ബഹുമാന്യരായ ഗ്രന്ഥശാല പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഞാൻ KP കുഞ്ഞകൃഷ്ണൻ, പ്രസിഡന്റ്, യുവജന ഗ്രന്ഥാലയം, കേരളം. ഇന്ന് മാർച്ച് 19. കേരള രാഷ്ട്രീയത്തിൽ എന്നും ഉജ്ജ്വലമായി തിളങ്ങി നിൽക്കുന്ന പേരാണ് സഖാവ് EMSൻ്റേത്. ആധുനിക കേരളത്തിൻ്റെ ശില്പി സഖാവ് EMS നമ്മെ വിട്ടുപിരിഞ്ഞിട്ടിലേക്ക് 28 വർഷം തികയുകയാണ്. EMSൻ്റെ ജീവിതകാലം സമാനതകളില്ലാത്തതും സംഭവബഹുലവും കർമ്മനിരതവുമായിരുന്നു. സർവപ്രതാപങ്ങളുടെയും നടുവിൽ നിന്ന് പട്ടിണിപ്പാവങ്ങളുടെ വിശ്വാസത്തോടൊപ്പം അലിഞ്ഞു ചേരുവാൻ കാലത്തേക്കാൾ വേഗത്തിൽ EMS സഞ്ചരിച്ചു. EMS സ്വയം വിശേഷിപ്പിക്കുന്നത് പോലെ തൊഴിലാളി വർഗത്തിൻ്റെ ദത്തുപുത്രനായി കണ്ണീരും ചോരയും വീണ വഴികളിലൂടെ മണ്ണിനും മനുഷ്യനും വേണ്ടി പൊരുതിയും പ്രതിരോധിച്ചുമായിരുന്നു ആ യാത്ര. ഇതിൽ അരനൂറ്റാണ്ടുകാലം കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ ചാലകശക്തി സഖാവ് EMS ആയിരുന്നു. നവോത്ഥാന പോരാളി, സാമൂഹ്യ പരിഷ്കർത്താവ്, സ്വാതന്ത്ര്യസമര നായകൻ, കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ, ജനനേതാവ്, എഴുത്തുകാരൻ, വാഗ്മി, ക്രാന്തദർശി, ഭരണാധികാരി തുടങ്ങി എത്ര വിശേഷണങ്ങൾ. EMSന് തുല്യം EMS മാത്രം. സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ ജീവിതം പുലർത്തുന്ന പ്രദേശമാക്കി മാറ്റിയെടുക്കുന്നതിനുള്ള നേതൃത്വപരമായ പങ്ക് വഹിച്ചതിൽ പ്രധാനിയാണ് സഖാവ് EMS. ഈ മുന്നേറ്റത്തിനിടയാക്കിയ 3 ഘടകങ്ങളെ നമുക്ക് കണ്ടെത്താനാകും. 1 നവോത്ഥാന പ്രസ്ഥാനം, 2 ദേശീയ പ്രസ്ഥാനം, 3 കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഈ 3ലും സജീവ സാന്നിധ്യമായും നേതാവായും സഖാവ് EMS ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, വൈകുണ്ഠസ്വാമികൾ, വാഗ്ഭടാനന്ദ ഗുരു തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ മുന്നോട്ട് വെച്ച ചിന്തകളിൽ നിന്നാണ് EMSൻ്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചത്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് ജാതീയതയുടെയും മനുഷ്യത്വരഹിതമായ ചെയ്തികൾക്കെതിരെയും EMS കലാപമുയർത്തി. ആഭിജാത്യത്തിൻ്റെ അടയാളമായ പൂണൂൽ പൊട്ടിച്ചെറിഞ്ഞു. കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കാനായില്ല. നമ്പൂതിരി യോഗക്ഷേമ സഭയിൽ നിന്നും ഗാന്ധിസത്തിലേക്കും കോൺഗ്രസിലേക്കും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്കും തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്കും കടന്നു ചെന്ന EMS ജനകീയ തെരഞ്ഞെടുപ്പിൽ വിജയം വരിച്ച് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി. 2 വട്ടം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. CPMൻ്റെ സമുന്നത നേതാവായി മാറിയ EMS 3 സംസ്ഥാനങ്ങളിൽ തൻ്റെ പാർട്ടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുന്നതും കണ്ട ശേഷമാണ് CPM ജനറൽ സെക്രട്ടറി പദം ഒഴിഞ്ഞത്. രാഷ്ട്രീയ രംഗത്ത് എന്നും വിവാദ പുരുഷനാകാൻ EMS ഇഷ്ടപ്പെട്ടു. താർക്കികനും സൈദ്ധാന്തികനുമായി EMS ബ്രാഹ്മണ പാരമ്പര്യത്തിലെ വേദാധ്യായത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. 1909 ജൂൺ 13 ഏലംകുളം മനയിൽ EMSൻ്റെ പിറവി. പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെയും വിഷ്ണുദത്തയുടെയും 4ാമത്തെ മകൻ. ഏലംകുളത്തെ ബാല്യകാലത്തെക്കുറിച്ച് EMS ആത്മകഥയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ജാതി, ജന്മി, നാടുവാഴിത്ത മേധാവിത്വത്തിന് അനുയോജ്യമായ രീതിയിലാണ് എൻ്റെ വിദ്യാഭ്യാസം തുടങ്ങിയത്. മലയാളം വായിക്കാമെന്ന സ്ഥിതി വന്നപ്പോൾ തൊട്ട് സംസ്കൃത കാവ്യങ്ങൾ പഠിച്ചു. ഋഗ്വേദം മുഴുവൻ കാണാപ്പാടം പഠിച്ചു. എന്നാൽ പിന്നീട് EMS ഋഗ്വേദ സൂക്തങ്ങളിൽ നിന്നും ജപമന്ത്രങ്ങളിൽ നിന്നും അകന്ന് മാർക്സിൻ്റെ മൂലധനത്തിലേക്കായി പിന്നീടുള്ള പ്രയാണം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായക വഴിത്തിരിവുകൾക്ക് കാരണമായി തീർന്ന സംഭവബഹുലമായ ആ ജീവിതയാത്ര 4ാം തമ്പുരാൻ്റെ വിശ്വമാനവനായി വളർന്നപ്പോഴും ഏലംകുളത്തെ EMS മറന്നില്ല. നീണ്ട 25 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 1996 ഒക്ടോബർ 26 EMS ഏലംകുള മനം സന്ദർശിച്ചു. ജ്യേഷ്ഠപത്നിക്ക് അസുഖമാണെന്ന് വിവരമറിഞ്ഞ് ജീവിത സായാഹ്നത്തിൽ ഒരു മടക്കയാത്ര. ധന്യമായ ഓർമ്മകളിലേക്കുള്ള ഒരു തിരിച്ചുവരവ്. അന്ന് ഏലംകുളത്ത് നിന്നും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ സഖാവ് EMS പറഞ്ഞു, ഇനി ഇങ്ങനെ ഒരു വരവുണ്ടാകില്ല, കണ്ടു എന്നും വരില്ല. വല്ലാത്ത ക്ഷീണം. 1957 EMS സർക്കാർ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ നടപടികൾ, വിദ്യാഭ്യാസ ബില്ല്, ഇവയെല്ലാം സമൂഹത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റി. ജന്മിത്വം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു. ഭൂവുടമസ്ഥതയിലെ മാറ്റം വിദ്യാഭ്യാസം മുതൽ എല്ലാ മണ്ഡലങ്ങളെയും സ്പർശിച്ചു. കേരളത്തിൻ്റെ രാഷ്ട്രീയ അജണ്ട നിർണയിക്കുന്നതിൽ എന്നും EMS ആയിരുന്നു മുമ്പിൽ. അദ്ദേഹത്തിൻ്റെ കൂർമ്മബുദ്ധി പാർട്ടിയുടെ ഓരോ നിലപാടുമാറ്റങ്ങളെയും ന്യായീകരിക്കാനും വിശദീകരിക്കാനും ഉപയോഗപ്പെട്ടു. ലോക നിലവാരത്തിലേക്ക് ഉയർന്ന ഈ കേരളീയ നേതാവ് ചരിത്രത്തിലൂടെ കടന്നുപോവുക മാത്രമല്ല, ചരിത്രത്തെ നിയന്ത്രിക്കുക കൂടി ചെയ്തു. മാർക്സം ലെനിനിസം EMSനെ സംബന്ധിച്ചിടത്തോളം വെറും രാഷ്ട്രീയ സിദ്ധാന്തമായിരുന്നില്ല. അത് എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന് വെളിച്ചം വിതറുന്ന കെടാവിളക്കായിരുന്നു.
എന്തെല്ലാം തിരിച്ചടികളുണ്ടായാലും മാർക്സിയത്തിൽ EMS ഉണ്ടായിരുന്ന വിശ്വാസം അചഞ്ചലമായിരുന്നു. സിദ്ധാന്തത്തിലല്ല, കാലദേശ ചിന്ത കൂടാതെയുള്ള അതിൻ്റെ പ്രയോഗത്തിലാണ് തെറ്റുപറ്റിയതെന്ന് EMS വിശ്വസിച്ചു. ഒരിക്കൽ EMS പറഞ്ഞു, എൻ്റെ കാലത്തല്ലെങ്കിലും മക്കളുടെ മക്കളുടെ കാലത്തെങ്കിലും സോഷ്യലിസം നടപ്പിൽ വരുമെന്ന്. ആദ്യകാലത്ത് ഗാന്ധിജിയുടെ ആദർശങ്ങളിൽ ആകൃഷ്ടനായിരുന്നു സഖാവ് EMS. ഗാന്ധിയും ഗാന്ധിസവും എന്ന പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ സഖാവ് EMS തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു മാർക്സിസ്റ്റ് ആയതിനു ശേഷം വിമർശിക്കാൻ വേണ്ടി മാത്രം പഠിച്ച ഒരു കാര്യമല്ല ഗാന്ധിസം. മാർക്സിസ്റ്റ് ആകുന്നതിന് വളരെ മുമ്പ് തന്നെ ഞാൻ ഗാന്ധിജിയുടെ അനുയായിയായിരുന്നു. ദീർഘമായ ഗതിക്രമത്തിലൂടെയാണ് ഞാൻ ലെനിനിസത്തിലേക്ക് എത്തിച്ചേർന്നത്. തന്നെ കമ്മ്യൂണിസ്റ്റാക്കിയത് ആരാണെന്ന ചോദ്യത്തിന് EMS പറയുന്ന ഉത്തരം, കേവലം ഔപചാരികമായ നിലയിൽ എനിക്ക് പാർട്ടി അംഗത്വം തരണമെന്ന് നിശ്ചയിച്ചത് സുന്ദരയ്യയും SV ഘാട്ടയുമാണെന്നാണ്. EMS കൈവരിച്ച എല്ലാ മേഖലകളിലും ഒന്നാം സ്ഥാനം പതിച്ചു കിട്ടിയ രാഷ്ട്രീയ നേതാവായിരുന്നു EMS. സായുധ വിപ്ലവത്തിലൂടെ തൊഴിലാളികളുടെ സർവാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കക്ഷിയെ പാർലമെന്ററി ജനാധിപത്യത്തിൽ വോട്ടെടുപ്പിലൂടെ ആദ്യമായി ലോകത്ത് അധികാരത്തിലെത്തിയ നേതാവാണ് സഖാവ് EMS. അതുപോലെ കൂട്ടുകക്ഷി മന്ത്രിസഭയുടെയും പൊതു മിനിമം പരിപാടിയുടെയും ആദ്യ പ്രയോക്താക്കളിൽ ഒരാളും EMS തന്നെയാണ്. പാർട്ടിയുടെ സിദ്ധാന്തങ്ങൾക്കും അനുശാസനങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തുന്നവർ ആരായാലും തികഞ്ഞ നിർദാക്ഷിണ്യത്തോടെ EMS തള്ളിപ്പറഞ്ഞു. മുഖ്യമന്ത്രിയായിരിക്കെ EMSനെ പാർട്ടി ശാസിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ പരിഭ്രാന്തനാകാതെ എന്നെ ശാസിക്കാൻ പാർട്ടി അല്ലാതെ മറ്റാരാണ് എന്നായിരുന്നു EMSന്റെ പ്രതികരണം. 60 വർഷക്കാലം കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം വിശ്വാസ പ്രമാണമായി തോളിലേറ്റിയ നേതാവാണ് സഖാവ് EMS. സിവിൽ നിയമം ലംഘിച്ചതിന് ബ്രിട്ടീഷ് സർക്കാർ EMSനെ ജയിലിലടച്ചു. ജയിൽ മോചിതനായ ശേഷം കോൺഗ്രസിന്റെ KPCC സെക്രട്ടറി, 1934 മുതൽ 36 വരെ അഖിലേന്ത്യാ കോൺഗ്രസ് സമിതി അംഗം, 37 മലബാറിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ മദുരാശി നിയമസഭാ അംഗം, 1937 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രഹസ്യമായി രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പിൽ അംഗം, 1939 പാറപ്പുറത്ത് ചേർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം പരസ്യമായി പ്രഖ്യാപിച്ച സമ്മേളനത്തിൽ പങ്കെടുത്തു. തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായും EMS പ്രവർത്തിച്ചു. ദേശാഭിമാനിക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്ന പ്രവർത്തനത്തിൽ പങ്കെടുത്തപ്പോൾ പാലോറ മാത എന്ന പാവപ്പെട്ട കർഷക തൊഴിലാളി സ്ത്രീ തൻ്റെ എല്ലാമായ പശുക്കുട്ടിയെ ദേശാഭിമാനിക്ക് വേണ്ടി സംഭാവന ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് തൻ്റെ സ്വത്തുക്കൾ ദേശാഭിമാനിക്ക് നൽകുന്നതിന് തീരുമാനമെടുത്തതെന്ന് സഖാവ് EMS എടുത്തു പറഞ്ഞിട്ടുണ്ട്. തിരുവിതാംകൂർ, തിരുക്കൊച്ചി, മലബാർ എന്നീ മേഖലകളെ കൂട്ടിച്ചേർത്ത് ഐക്യ കേരളമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെടുകയും നിരവധിയായ പ്രക്ഷോഭങ്ങൾ നടത്തുകയുമുണ്ടായി. 1.25 കോടി മലയാളികൾ, കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നീ പുസ്തകങ്ങൾ ഈ രംഗത്തെ സുപ്രധാന കാൽവെപ്പായിരുന്നു. ഐക്യ കേരളം രൂപപ്പെട്ടു കഴിഞ്ഞാൽ അത് ഏത് തരത്തിലായിരിക്കണം എന്നത് സംബന്ധിച്ച് വിശദമായ കാഴ്ചപ്പാട് EMS മുന്നോട്ട് വെച്ചു. വലതുപക്ഷ കക്ഷികൾ നിർദ്ദേശിച്ച ഐക്യ കേരളം ജന്മിത്വവും രാജാധിപത്യവും സാമ്രാജ്യത്വ ബന്ധവും നിലനിൽക്കുന്നതായിരുന്നു. ഇതിനെതിരെ രൂക്ഷമായ വിമർശനവുമായാണ് സഖാവ് EMS മുന്നോട്ട് വന്നത്. 1957ലെയും 67ലെയും EMS സർക്കാരിൻ്റെ തുടർച്ചയാണ് 1980 അധികാരത്തിൽ വന്ന സഖാവ് നായനാരുടെ സർക്കാർ നടപ്പാക്കിയത്. 1980 സഖാവ് നായനാർ സർക്കാരാണ് ലോകത്തിലാദ്യമായി കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ അനുവദിച്ചത്. ഇന്ന് പിണറായി സർക്കാർ 2000 രൂപയാണ് പ്രതിമാസം കൊടുത്തു വരുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തുക എന്ന ഏക ലക്ഷ്യത്തോടെയാണ് വലതുപക്ഷ മാധ്യമങ്ങൾ എക്കാലത്തും പ്രവർത്തിക്കാറുള്ളത്. അതിനെ ആ നിലയിൽ കണ്ടുകൊണ്ട് തന്നെ നിലപാടെടുക്കുന്നതിനും EMSന് കഴിഞ്ഞിരുന്നു. EMS രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാട് നല്ലതാണെന്ന് ഇത്തരം മാധ്യമങ്ങൾ എഴുതിയാൽ പാർട്ടിക്ക് എന്തോ തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കാം. ചിലപ്പോൾ ഇത്തരം മാധ്യമങ്ങൾ പറയും പാർട്ടി ചെയ്യുന്നത് 100% തെറ്റാണെന്ന്. അപ്പോൾ പാർട്ടി ചെയ്തതായിരിക്കും ശരി എന്ന് നമുക്ക് മനസ്സിലാകും. ഒരിക്കലൊരു പത്രപ്രതിനിധി EMSനോട് ചോദിച്ചു, താങ്കൾക്ക് വിക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ടോ? അപ്പോൾ EMS മറുപടി പറഞ്ഞു, ഇല്ല, സംസാരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ എന്ന്. ഒരിക്കൽ പത്രക്കാർ എഴുതി, EMSന്റെ മേൽ പാർട്ടി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന്. EMS മറുപടി എഴുതി, ഈ പ്രചാരവേല നടത്തുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, പാർട്ടിക്ക് വിധേയമായി പ്രവർത്തിക്കുന്നത് ഒരു അപമാനമല്ല, അഭിമാനമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാർട്ടിയെയും പ്രസ്ഥാനത്തെയും മേലെ ഉയർന്നവരാണ് താനെന്ന് വിശ്വസിക്കുന്ന, അഭിമാനിക്കുന്ന വ്യക്തികൾ മറ്റു പാർട്ടികളിൽ ഉണ്ടാകും. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതില്ല. അത്തരം താൻ പ്രമാണിത്ത പ്രവണത കാണിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ, തുനിഞ്ഞാൽ പാർട്ടി അത്തരക്കാരെ വെച്ചു പൊറിപ്പിക്കുകയില്ല. എന്നെ വ്യക്തിപരമായി പുകഴ്ത്തി പാർട്ടിക്കെതിരെ ഉപയോഗിക്കാമെന്ന് എതിരാളികൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചും സഖാവ് EMS രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും നിർദ്ദേശിച്ചതു അനുസരിച്ചാണ് ഞാൻ ഈ സ്ഥാനം ഏറ്റെടുത്തത്. ഏതൊരു നിമിഷത്തിൽ തുടരുവാൻ അർഹനല്ലെന്നല്ലെങ്കിൽ
ഈ ചുമതല എന്നേക്കാൾ കൂടുതൽ നന്നായി നടത്തുവാൻ മറ്റൊരാൾക്ക് കഴിയുമെന്ന് ബോധ്യപ്പെടുത്തുന്നുവോ ആ നിമിഷത്തിൽ ഞാനതിൽ നിന്ന് പിന്മാറും. ഏത് സ്ഥാനത്തിരുന്ന് ഏത് ജോലി ചെയ്യണമെന്നാണോ പാർട്ടി തീരുമാനിക്കുന്നത് അതേറ്റെടുത്ത് ചെയ്യുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മറ്റു പ്രവർത്തകരെ എന്ന പോലെ എൻ്റെയും കടമ. സഖാവ് പവനൻ അദ്ദേഹത്തിൻ്റെ പരിചയം എന്ന പുസ്തകത്തിൽ ഒരു കാര്യം സാങ്കല്പികമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി EMS മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തില്ല. എന്നാൽ പ്രസ്തുത യോഗത്തിൽ ഒരു തീരുമാനമെടുത്ത് മന്ത്രിസഭ രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വിവരം സംസ്ഥാന സെക്രട്ടറി CH കണ്ണാരൻ വീട്ടിൽ പോയി സഖാവ് EMSനോട് പറയുന്നപ്പോൾ EMSന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: പാർട്ടി അങ്ങനെ തീരുമാനിച്ചു, രാജിക്കത്ത് ഇപ്പോൾ എഴുതാം, ഡ്രൈവർക്ക് പാർട്ടി കാറിൽ പണി കൊടുക്കാം എന്ന് മാത്രമേ EMSന് പറയാനുണ്ടാകൂ എന്നാണ്. അതാണ് സഖാവ് EMS. സാഹിത്യ പ്രവർത്തനം EMSന്റെ സമഗ്ര വ്യക്തിത്വത്തിൻ്റെയും വിവിധ മുഖങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു. തിരക്കേറിയ രാഷ്ട്രീയ ജീവിതത്തിനിടയിലും സാഹിത്യ പ്രവർത്തനം നിർബാധം തുടർന്നു. പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ സൈദ്ധാന്തികനും വക്താവുമെന്ന നിലയിലാണ് മലയാള സാഹിത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ. സാമൂഹ്യ ഘടനയിൽ ജന്മിത്വത്തെ എന്ന പോലെ സാഹിത്യത്തിൽ വരേണ്യവർഗ സങ്കല്പങ്ങളെയും EMS എതിർത്തു. നിരവധി സാഹിത്യ ഗ്രന്ഥങ്ങളെക്കുറിച്ച് EMS ശ്രദ്ധേയങ്ങളായ അഭിപ്രായങ്ങൾ എഴുതാറുണ്ട്. സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളവർക്കേ എഴുത്തുകാരനാകാൻ കഴിയൂ എന്ന് EMS വിശ്വസിച്ചു. മലയാള ഭാഷയെ ഒരിക്കൽ പോലും വികലമോ മലിനമോ ആക്കുന്നതിന് EMS ഒരിക്കലും കൂട്ടുനിന്നിട്ടില്ല. ലാളിത്യമാർന്നതും ഓജസ്സുറ്റതുമായ ഭാഷാ ശൈലി കൊണ്ട് മലയാളിയെ മോഹിപ്പിച്ച എഴുത്തുകാരനാണ് EMS. ചരിത്രം, രാഷ്ട്രീയം, സാഹിത്യം, ഭാഷ തുടങ്ങി നിരവധി വിഷയങ്ങളെക്കുറിച്ച് 100-ലേറെ പുസ്തകങ്ങൾ EMS എഴുതിയിട്ടുണ്ട്. കൂടാതെ ആയിരക്കണക്കിന് ലേഖനങ്ങളും അവതാരികകളും എഴുതിയിട്ടുണ്ട്. കലയും സാഹിത്യവും സാധാരണക്കാരുടെ ജീവിതത്തെ കൂടി പരാമർശിക്കേണ്ടതുണ്ട് എന്ന നിലപാടിൽ എക്കാലത്തും സഖാവ് EMS ഉറച്ചു നിന്നു. ഇത്തരം ഇടപെടലുകളാണ് തൊഴിലാളികൾക്കും മറ്റധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്കും സാഹിത്യത്തിൽ സ്ഥാനം നേടുന്നതിന് ഇടയാക്കിയത്. തകഴിയുടെയും കേശവദേവിൻ്റെയും ബഷീറിൻ്റെയും കൃതികളിൽ സാധാരണക്കാരൻ്റെ ജീവിതം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് EMS ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ച സാംസ്കാരിക ചലനത്തിൻ്റെ ഫലമാണ്. മതവിശ്വാസികളും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിലുള്ള ഐക്യമെന്ന ആശയത്തെക്കുറിച്ച് EMS പറഞ്ഞത് തൊഴിലാളി വർഗത്തിൻ്റെ സമരത്തിൽ തൊഴിലാളികളുടെ പക്ഷത്ത് നിൽക്കുവാൻ തയ്യാറുള്ള വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും വിശാല ഐക്യമാണ് കമ്മ്യൂണിസ്റ്റുകാർ വിഭാവനം ചെയ്യുന്നത് എന്നാണ്. സഖാവ് EMSനെ കുറിച്ച് മഹാനായ MT വാസുദേവൻ രേഖപ്പെടുത്തിയത് 1957 ബാലറ്റ് പെട്ടിയിലൂടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു. അതോടെ ലക്ഷ്യം നേടിയെന്ന അലംഭാവത്തിൽ എത്തിപ്പെട്ടവരുണ്ടാകാം. അതൊരു ആരംഭമാണെന്നും ജാഥ നയിച്ചും മൈതാനങ്ങളിൽ തടിച്ചുകൂടിയും വോട്ട് പെട്ടികൾ നിറച്ചും സഹായിച്ച ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കുവാനുള്ള ഒരു മഹാപ്രസ്ഥാനത്തിന് തുടക്കം മാത്രമാണ് അധികാരത്തിൻ്റെ അവസരമെന്ന് വിശ്വസിച്ചതുകൊണ്ടാണ് EMS സമാരാധ്യനാകുന്നത്. അധികാരത്തിന് ശേഷമുള്ള 4 പതിറ്റാണ്ടുകളിലെ ജീവിതകാലത്തും അദ്ദേഹം നിരന്തരമായി ആ യത്നം തുടർന്നതുകൊണ്ടാണ് അദ്ദേഹം ചരിത്ര പുരുഷനായത് എന്നാണ്. കാലം സമൂഹത്തെ എത്തിക്കുന്ന ചില അവസ്ഥകളിൽ ചില നിമിത്തങ്ങളായി ചിലർ നേതൃത്വത്തിലെത്തുന്നു. ഉത്തരവാദിത്വത്തെ ഭയത്തോടെയല്ലാതെ ആദരവോടെ സ്വീകരിച്ച് എല്ലാ വിധത്തിലുള്ള അടിച്ചമർത്തലുകളിൽ നിന്നും മോചനം നേടാൻ വിമ്പുന്ന ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടി ലക്ഷ്യമാക്കുന്ന ഒരു നേതാവിന് എന്നും പുതിയ പഥങ്ങളിലേക്ക് ചിന്തയും പുതിയ ചക്രവാളത്തിലേക്ക് വീക്ഷണവും അയച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ നേതാവ് ഒരു നിമിത്തമല്ലാതെ ചരിത്രപരമായ ഒരാവശ്യമായി മാറുന്നു. അതായിരുന്നു സഖാവ് EMS. 1998 മാർച്ച് 19 വ്യാഴാഴ്ച വൈകിട്ട് 3:40 സകലരെയും ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത പുറത്തു വന്നു. ഐക്യ കേരളത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് ആചാര്യനുമായ EMS അന്തരിച്ചു എന്ന്. ജീവിച്ചിരിക്കെ തന്നെ ഇതിഹാസമായി മാറിയ ആ മഹനീയ ജീവിതത്തിന് തിരശ്ശീല വീണിട്ട് ഇന്നേക്ക് 28 വർഷം തികയുകയാണ്. EMS തുടങ്ങിവെച്ച കേരള വികസനം 10 വർഷമായി തുടർച്ചയായി മുന്നോട്ടേക്ക് കുതിക്കുകയാണ്. ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവും കൊണ്ട് കേരളത്തെ സമാനതകളില്ലാത്ത പുരോഗതിയിലേക്ക് നയിച്ച സർക്കാരിനൊപ്പം നമ്മളൊന്നായി ഒന്നാമനായി തുടരുകയാണ്. ദേശീയപാത, ഗെയിൽ പൈപ്പ് ലൈൻ, വിഴിഞ്ഞം ഇടമൺ കൊച്ചി പവർ ഹൈവേ അസാധ്യമെന്ന് കരുതിയ എല്ലാം സാധ്യമാക്കി. അന്തർദേശീയ അംഗീകാരങ്ങൾ നേടിയ ആരോഗ്യമേഖല, പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ, സ്കൂൾ തുറക്കും മുമ്പേ പാഠപുസ്തകങ്ങളും യൂണിഫോമും, 3,07,773 പേർക്ക് PSC നിയമനങ്ങൾ, 4 ലക്ഷം പേർക്ക് ഭൂമിയുടെ അവകാശം, വർഗീയ കലാപങ്ങളില്ലാത്ത കേരളം, മതനിരപേക്ഷ കേരളം, ലൈഫ് പദ്ധതിയിലൂടെ 5 ലക്ഷത്തിലേറെ വീടുകൾ, മുടങ്ങാതെ റേഷൻ, ദരിദ്രരല്ലാത്ത കേരളം, സ്ത്രീ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെ 78 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ, ഇതെല്ലാം നടപ്പാക്കി രാജ്യത്ത് ഏറ്റവും മികച്ച സംസ്ഥാനമായി കേരളം വളർന്നു. ഈ പ്രാവശ്യത്തെ EMS അനുസ്മരണത്തോടുകൂടി കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്.
നമ്മൾ നേടിയ നേട്ടങ്ങൾ നിലനിർത്താനും നവകേരളത്തിലേക്ക് മുന്നേറാനും നമുക്കൊന്നായി പ്രയാണം ആരംഭിക്കാം. മഹാനായ സഖാവ് EMSന്റെ സ്മരണ പുതുക്കുന്നതോടൊപ്പം തന്നെ നവകേരള നിർമ്മിതിക്കായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തുടർഭരണത്തിലെത്തിക്കാൻ സാംസ്കാരിക പ്രവർത്തകരായ നമുക്ക് പ്രതിജ്ഞയെടുക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സഖാവ് EMSന്റെ ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.